ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. കുറേ ദിവസമായില്ലേ വീഡിയോസായി വന്നിട്ട് 2-3 ദിവസമായില്ല അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് വ്ളോഗല്ല കേട്ടോ, ഇന്നൊരു ബ്യൂട്ടി ടിപ്സാണ്. ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്സാണ്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളൊരു ടിപ്സാണ് കേട്ടോ. ഈ ചൂടുകാലത്ത് നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ മുഖം പെട്ടെന്ന് കരിവാളിക്കുക, അതേപോലെ ഡാർക്ക്നെസ് വരിക, അങ്ങനെ ഡ്രൈ ആവുക, ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും. അതേപോലെ ഒരു ഫങ്ഷന് പോകുമ്പം പെട്ടെന്ന് എങ്ങനെ ഫേഷ്യൽ ചെയ്യുക, അങ്ങനെ ഒരു ടിപ്സ് ആയിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ ഞാൻ ആദ്യം അതിനെടുത്തത് കുറച്ച് ബാർലിപ്പൊടിയാണ് കേട്ടോ. ബാർലിക്ക് ക്യാമറ പിടിച്ചാൽ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ട്രൈപോഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബാർലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ അല്ല, നൈസ് പൊടിയാണ് കേട്ടോ. ഇതിന് പാക്ക് പൊടി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ കിട്ടും വാങ്ങാൻ. ബാർലിപ്പൊടി എന്ന് പറഞ്ഞാൽ മതി. ബാർലി കുടിക്കുന്നതും നല്ലതാണ് കേട്ടോ. ഈ ചൂട് കാലത്തൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ ഏറ്റവും നല്ല ഇതാണ്. പിന്നെ പ്രഗ്നൻസി ടൈമിൽ കൂടുതലും സ്ത്രീകളൊക്കെ ഈ ബാർലിപ്പൊടിൻ്റെ വെള്ളം കുടിക്കും, നല്ലതാണ്. അപ്പോൾ ഈ ചൂട് കാലത്തും ബാർലി കുടിക്കുന്നത് അതേപോലെ നല്ല ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബാർലിപ്പൊടി. നമ്മൾ അരിപ്പൊടി പോലത്തെ ഒരു പൊടി തന്നെയാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. എല്ലാവർക്കും അറിയാവും, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. ആരെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പാലോ തൈരോ അല്ലെങ്കിൽ മോരോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക. കഞ്ഞിവെള്ളം, ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. പാലാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് മുഖത്ത് കടിക്കണ കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനൊക്കെ ഏറ്റവും നല്ലത് പാലാണ് കേട്ടോ. ഇപ്പോൾ പാലിൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തത് മിക്സ് ചെയ്യാൻ. പാൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. തൈരായാലും മോരായാലും ഒക്കെ മതി. ഏറ്റവും നല്ലത് പാലാണെന്നേ ഉള്ളൂ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ പാലും തൈരും മോരും ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അലർജി പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ ഇതാക്കട്ടോ, അല്ലെങ്കിൽ ചെറിയ കഞ്ഞിവെള്ളം, ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ ഇട്ട് മിക്സ് ചെയ്താലും നല്ല വെളുവെളുപ്പായിട്ട് ഈ ബാർലിൻ്റെ ഇത് കിട്ടും. അപ്പോൾ ഞാൻ തണുത്ത കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ എടുത്തത്. പുറത്തായതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഞാൻ ഉള്ളിൽ വീഡിയോസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് പുറത്തുനിന്ന് എടുക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് തന്നെ ആയതുകൊണ്ട് ഇവിടെ വണ്ടികൾ പോകണ നല്ല സൗണ്ട് ഉണ്ട്, നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്. വീഡിയോസിൽ ഇങ്ങനെ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബാർലിപ്പൊടിക്ക് കുറച്ച് കഞ്ഞിവെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഇത്തിരി മതി കേട്ടോ. എന്നിട്ടിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വെളുവെളുപ്പുള്ള ഇത് കിട്ടും കേട്ടോ. ഇതിക്ക് വേണമെങ്കിൽ ഇത്തിരി അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. പക്ഷേ ഇത് ഏറ്റവും നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ. അതായത് പെട്ടെന്ന് മുഖം നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് മുഖം തിളങ്ങാൻ പറ്റുന്നൊരു ഫേഷ്യൽ തന്നെയാണ്. ഇവിടെ ഒരു പിമ്പിൾ വന്നിട്ടുണ്ട് കേട്ടോ, വലിയൊരു പിമ്പിൾ 2 ദിവസമായിട്ട് വന്നിട്ട്. പിമ്പിൾ നല്ല വേദന ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ വലിയ പിമ്പിൾ അല്ലെങ്കിൽ നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യാണ് കേട്ടോ ഞാൻ മുഖത്ത്. ഞാനിതാ അപ്പോൾ ഒരു 10-15 മിനിറ്റ് വരും കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അങ്ങനെ ഉണങ്ങൂല കേട്ടോ അധികം. കാരണം ബാറിലായതുകൊണ്ട് വണ്ടികൾ ഇങ്ങനെ വരുന്നോണ്ടാണ് നല്ല സൗണ്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വല്ലാതെ ഒന്നും ബാറിൽ ഡ്രൈ ആകൂല. ഇതായതുകൊണ്ട് ഇതൊരു വെളുപ്പുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ ഡ്രൈ ആയി വരുള്ളൂ കേട്ടോ. ചെറിയൊരു ഇതുണ്ടാകും. അപ്പോൾ ഞാനിത് കേക്ക് കളയണം കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ എടുത്തിരിക്കണ കപ്പിൽ കുറച്ച് കളയാൻ നല്ല ഇതുണ്ടാവും കേട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിക്കും. നല്ലോണം തുടച്ചെടുക്കാൻ വേണ്ടി വരും. കൂടുതൽ നമ്മളെ മൂക്കിൻ്റെ ഭാഗത്ത്, അതേപോലെ കണ്ണിൻ്റെ താഴ് ഭാഗത്ത്, ഈ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ട് കറുപ്പ് വരിക. അപ്പോൾ അതിനിങ്ങനെ ഇത് എടുത്ത് കളയാൻ കേട്ടോ. നല്ല ഇതായിട്ടുണ്ട്, കട്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗേസ് ഞാനിതാ മുഖം വാഷ് ചെയ്ത് വന്നിട്ടോ. ഞാൻ ഇവിടുന്ന് വാഷ് ചെയ്താൽ കേട്ടോ, ക്യാമറേൻ്റെ മുന്നിൽ തന്നെ. അവിടെ സിങ്കിൽ പോയിട്ട് വാഷ് ചെയ്യണം. അവിടെ ഇവിടെ കൊട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മാറ്റം പറഞ്ഞാൽ നല്ലൊരു മാറ്റമുണ്ട് കണ്ടോ. ഈ മുഖത്തിൻ്റെ ഈ ഭാഗത്ത്, അതേപോലെ ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ നല്ലൊരു എഫക്റ്റീവായതാണ് കേട്ടോ ബാർലി. പെട്ടെന്നൊരു ചേഞ്ച് വരുന്ന സാധനമാണ്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ
പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. വണ്ടിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ, പുറത്തുനിന്ന് ആയതുകൊണ്ട് നല്ലതുണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ട്, വീഡിയോയിൽ നല്ല സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നല്ലൊരു ഇതാണ് കേട്ടോ, എന്താ ഫേഷ്യൽ തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഇതാ ഇനി ശേഷം ഞാൻ ഇതാക്കുന്നത് എന്താ ഹിമാലയൻ്റെ ഒരു എന്താ ജെല്ല്, ഫേസ് ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഖത്ത്. അപ്പോൾ ഗെയ്സ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വ്ളോഗ് ആയിട്ട് വരാം. എന്താ ഈ ഹിമാലയൻ്റെ എന്താ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അപ്ലൈ ചെയ്ത് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. എന്താ നമുക്ക് ഈ മുഖം ഡ്രൈ ആവാതെക്കാനും ഇതിനൊക്കെ നല്ല ഇതാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യലുണ്ട്, ഇടയ്ക്ക് നല്ല ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ്, നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.